സാമൂഹിക മാധ്യമങ്ങളിൽ പുരോഗമനപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും താത്വികമായ കാര്യങ്ങളെ അവലോകനം ചെയ്യുമ്പോഴും പറഞ്ഞു വരുന്ന കാര്യങ്ങളെ ശരിയല്ലാത്ത രീതിയിലേക്ക് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ച്, അതായത് പറഞ്ഞു വന്ന വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിച്ച് അതിനെ കൊളമാക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാനിടയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതാണ് പുരോഗമനപരമായ രീതി, ഇങ്ങനെയാണ്, ഇത് മാത്രമാണ് ശരിയെന്നുള്ള രീതിയിൽ എക്സ്ട്രീം അവസ്ഥയിൽ അത് ചെയ്യാത്ത ആളുകളെ പോയി ബുള്ളി ചെയ്യുന്ന ചില അവസ്ഥകളും ഒക്കെ നോട്ട് ചെയ്യാനിടയുണ്ടായി. അതുകൊണ്ട് തന്നെ പറഞ്ഞ് വഷളാക്കിയിട്ടുള്ള ചില വിഷയങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. ഈ അടുത്തിടയ്ക്ക് പാർവതി തിരുവോത്ത് അവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്യുകയുണ്ടായി അവർക്ക് മദർഹുഡിനെ പറ്റിയുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അമ്മയാകാതിരിക്കുന്നതാണ് എൻ്റെ അമ്മത്തം എന്നുള്ള ഒരു ലൈനും കൂടി അവർ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യാം. And a child rearing process changes them immensely. They struggle. I'm only a witness there. Sometimes the choice to not have a child is also a good choice to make as a mother. That's where I'm at. Like, I know what I'm capable of doing right now. I know the space I can hold for another human being. I don't think I have the bandwidth to have a child, and I think that's my best decision as a mother to make right now. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വല്ലാതെ ആളുകളെ ട്രിഗർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. കമന്റ് ബോക്സിലൊക്കെ അവരെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അഹങ്കാരികളായ സ്ത്രീകൾക്കൊന്നും അമ്മയാവാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്, അധിക പ്രസംഗികളാണ്, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് തീർക്കാൻ ജീവിതം തെരഞ്ഞെടുത്തിട്ടുള്ള സ്ത്രീകൾക്കൊന്നും അമ്മയാവാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? വയസ്സാം കാലത്ത് നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ലേ? ഇതൊക്കെ അനാവശ്യമായ ചിന്താഗതിയാണ്, സമൂഹം ഇത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നൊരു മറുപക്ഷം പറയട്ടെ, ഇവിടെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ സ്വന്തം അച്ഛനും അമ്മയും ഒക്കെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായി പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓരോ വീടുകളിൽ ഉപദ്രവങ്ങളേറ്റ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ കടന്നു വരുന്ന മക്കൾ, ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കുട്ടികളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും വന്നിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയും, എന്തിനാണ് ഈ ദുഷ്ടരായ മനുഷ്യർ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്? ഇവരെ പോലുള്ള ആളുകൾക്ക് കുട്ടികളെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, കുട്ടികളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊടുത്തുകൂടായിരുന്നോ? ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഇവരെന്തിനാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്? ഇവർക്ക് നോക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഇവരെന്തിനാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് പറഞ്ഞു വെക്കുന്നത് ചുരുക്കത്തിൽ ഇതാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിയോ കുട്ടിക്ക് കൊടുക്കേണ്ട ഫിസിക്കലി മെന്റലി ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത്? അതുകൊണ്ടല്ലേ ആ കുഞ്ഞിന് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത് എന്നുള്ള ചോദ്യമാണ്. എന്നാൽ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസിന്റെ വലിപ്പമൊക്കെ മനസ്സിലാക്കി ഇതൊരു ചെറിയ കാര്യമല്ല, ഈ ഒരു റെസ്പോൺസിബിലിറ്റി നടത്തിയെടുക്കാനുള്ള മാനസികാവസ്ഥയോ ശാരീരിക അവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസോ ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന കുഞ്ഞുങ്ങളെയൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പാവം കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അവരെ ഇട്ട് കഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് വളരെ നല്ല രീതിയിൽ തീരുമാനം എടുക്കുന്ന വ്യക്തികളെ ആക്ഷേപിക്കുകയും സൈബർ ബുള്ളി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. എന്തൊരു ചേർച്ചയില്ലായ്മയാണ് ഈ വിഷയം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഒരാൾക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ ഒരു വ്യക്തി എടുക്കുന്ന അവരുടെ ചോയ്സിനെ ചോദ്യം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് അവരെ അറ്റാക്ക് ചെയ്യുക. ഈ പറയുന്ന കോൺസെപ്റ്റിനൊക്കെ അപ്പുറത്തേക്ക് ഈസിയായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്ന കൊല്ലുന്ന അച്ഛനെ അമ്മമാരുടെ അവസ്ഥ വരുമ്പോഴേക്കും മറ്റ് ചില ചോദ്യങ്ങൾ ഹൃദയവേദനയോടുകൂടി അവരോട് ചോദിക്കുകയാണ്. ശരിക്കും നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ടതല്ലേ? അവനവൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വരുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ എല്ലാ രീതിയിലും പോറ്റി വളർത്താനുള്ള ശേഷിയുണ്ടോ? അതിൻ്റെ സാമ്പത്തിക അവസ്ഥ അതിന് പറ്റിയതാണോ? ഒരു കുഞ്ഞിനെ ക്ഷമയോടുകൂടി വളർത്തിയെടുക്കുന്നതിനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടോ എന്നൊക്കെ ഓരോ വ്യക്തികളും അനലൈസ് ചെയ്യേണ്ടതല്ലേ? അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫാന്റസിയുടെ പുറത്ത് ഒരു ടോയ് വാങ്ങേണ്ട ലാഘവത്തിലൊന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതല്ല. അവർക്ക് ലഭിക്കേണ്ട അവരുടെ ബർത്ത് റൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത് ജസ്റ്റ് ഫുഡും വിദ്യാഭ്യാസവും മാത്രമല്ല കേട്ടോ, അതിനുപരി അവരുടെ ശാരീരിക മാനസിക വളർച്ചകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കെയറുകളും അവരുടെ ഒപ്പം നിന്ന് അവരെ മനസ്സിലാക്കി അവരെ നല്ല മനുഷ്യരായിട്ട് വളർത്തിയെടുക്കാനുള്ള എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും ഒരു പാരന്റ്സിനുണ്ട്. അതിപ്പോൾ ദൈവം തന്നാണെന്ന് കരുതിയാലും നമ്മൾ സൃഷ്ടിച്ചാലും ഒരു കുഞ്ഞുണ്ടായാലും അവർ താനേ അങ്ങ് വളരും എന്നൊക്കെ വിചാരിക്കുന്ന മുറ്റത്തൊരു തകരയോ ചീരയോ ഒക്കെ പൊട്ടിമുളച്ച് വരുന്ന പോലെ വളർന്നു വരേണ്ടതല്ല ഒരു കുഞ്ഞും. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞെന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി മനോഹരമായി ചെയ്യാൻ കഴിവില്ലെങ്കിൽ, അതിനുള്ള കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ആരും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഈ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, ഒരു ചൈൽഡ് ഫ്രീ ലൈഫാണ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ഈ തീരുമാനത്തിൽ മുന്നോട്ട് ജീവിക്കുക. ഒരു പക്ഷെ ഒരുപാട് ആളുകൾ നിങ്ങളെ ചോദ്യം ചെയ്തെന്ന് വരാം, ബുള്ളി ചെയ്തെന്ന് വരാം, നിങ്ങൾ പോലും അറിയാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന് വരാം. പക്ഷെ അതൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരമ്മ എന്ന നിലയിൽ കൂടി ഇത് മറ്റുള്ള ആളുകളോട് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ചിന്തയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്.
മറ്റൊരു വിഷയമാണ് ഇക്വാലിറ്റി എന്നൊരു ആശയത്തിന്റെ പുറത്ത് ഒരു വീട്ടിലെ അടുക്കളയോ ഏത് ജോലിയും ആണിനോ പെണ്ണിനോ വേണ്ടി മാത്രം അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടികളായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരും ഷെയർ ചെയ്ത് ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള ആശയത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. വീട്ടു ജോലികൾ വീട്ടമ്മയുടേത് മാത്രമാണ് എന്ന് കരുതിയിരുന്ന കാലത്തിനപ്പുറത്തേക്ക് ആ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും പല ആളുകൾ ഈ ഒരു ഇക്വാലിറ്റിയെ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നതിനും കാണാനിടയുണ്ടായി. ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ പുരുഷന്മാർ വന്നിട്ട് അവരുടെ ഭാര്യയ്ക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോഴോ അമ്മയ്ക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുകയും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് പുരുഷന്മാരൊക്കെ വല്ലാതെ ട്രിഗർ ആവുന്നത് കാണാറുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ത്രീകൾ അവരുടെ സന്തോഷം ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവാന്മാരാണ്. കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിനെ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ഈ ജോലികളൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ആയിരുന്നു എന്ന് മനസ്സിലാക്കാത്ത ആണുങ്ങളൊക്കെ ജീവിച്ചു വന്ന കാലത്തിന് ഇപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരേപോലെ എല്ലാവരും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണല്ലോ നിങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അവരെ ഒരുപാട് സ്ത്രീകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അതൊരു പക്ഷേ ഇങ്ങനെയുള്ള പുരുഷന്മാരൊക്കെ സമൂഹത്തിലേക്ക് ഇനിയും കൂടുതൽ വരണമെന്നുള്ളൊരു സന്തോഷത്തിന്റെ പുറത്തൊക്കെ ഷെയർ ചെയ്യുന്ന കമന്റ്സ് ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പുരുഷന്മാർ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഹസ്ബൻഡ് ലക്കി ആണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒരുപാട് സ്ത്രീകൾ ഇത് കാണുമ്പോൾ ട്രിഗർ ആവാറുണ്ട്. അവരൊന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡിന് എന്താ കുക്ക് ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പാർട്ണറോ എന്നൊക്കെയുള്ള രൂപത്തിൽ താമസിക്കുന്ന സമയത്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഒരു മീല് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള എനർജി ആ വീട്ടിൽ നിൽക്കുന്ന ആൾക്കുണ്ടെങ്കിൽ അവരത് കുക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ എന്താണ് കുറ്റം? അതിനൊരു ജെൻഡറിന്റെ ചായയൊക്കെ നമ്മൾ കലർത്തേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ പുറത്തുനിന്ന് വളരെ ക്ഷീണിച്ച് വന്ന് വീട്ടിലൊരു സോഫയിൽ കയറി ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റുള്ളത്? ഇതിങ്ങനെയാണ് ഈ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴാണ് തെറ്റെങ്കിൽ ഈ കാര്യങ്ങൾ ഈക്വലി ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ലാതെ ആർക്കും ചെയ്യാവുന്ന കൂടെ ജീവിക്കുന്ന ആളെ കൺസിഡർ ചെയ്യുമ്പോൾ കരുതപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് ജെൻഡറിനെ മിക്സ് ചെയ്ത് ഈ ഒരു നല്ല ഇക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ വേറൊരു രീതിയിലേക്ക് എടുത്ത് അത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് ചെയ്യുന്ന ആളുകളെ ബുള്ളി ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയല്ലേ? പുരുഷന്മാർ ജോലി ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ ഷെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാർ തന്നെ കമന്റ് ബോക്സിൽ പറയുന്നതും സ്ത്രീകൾ ഇതുപോലെ എഫേർട്ട് ഇട്ട് പുരുഷന്മാർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ത്രീകളെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് മറ്റ് സ്ത്രീകളും ഇവർ അടിമയെ പോലെ ജീവിക്കുകയാണെന്നൊക്കെ അങ്ങ് സിമ്പിളായിട്ട് ഒരു റീൽ കൊണ്ട് കരുതി ചിത്രീകരിക്കുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ കാണാനിടയുണ്ടായി. അതായത് നമ്മൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ആശയം ഇക്വാലിറ്റി ആണെങ്കിൽ ഒരു വീട്ടിലെ ജോലികളും റെസ്പോൺസിബിലിറ്റീസും ഈക്വലായിട്ട് ഹസ്ബൻഡും വൈഫും ഷെയർ ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി ആണ് എല്ലാ കുടുംബങ്ങളിൽ വരേണ്ടത് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു ആഹാരം കുക്ക് ചെയ്യുന്നത് ഒരു സ്ത്രീയോ പുരുഷനോ എന്നതപ്പുറത്തേക്ക് അവരത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കടമ എന്നതിനപ്പുറത്തേക്ക് മറ്റേ സ്നേഹിക്കുന്നത് കൊണ്ടോ അവരെ കെയർ ചെയ്യുന്നത് കൊണ്ടോ ഇഷ്ടത്തോട് ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അവിടെ എന്തിനാണ് ആവശ്യമില്ലാതെ ജെൻഡറിനെ മിക്സ് ചെയ്ത് ആ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു വീട്ടിലെ ജോലി 50% ഈ ഒരു ജെൻഡറിൽപ്പെട്ട ആളും 50% ഈ ഒരു ജെൻഡറിൽപ്പെട്ട ആളുമാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ പലപ്പോഴും ഈ പെർസെൻറ്റേജിനെ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഒരാൾക്ക് ഒരു പക്ഷേ അന്ന് ഒരു 20% മാത്രമേ ചെയ്യാനുള്ള ആരോഗ്യവും എനർജിയും ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് 80% ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലാത്ത പക്ഷേ അവർക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ രണ്ടുപേർക്കും വെറുതെ ഇരിക്കാനോ ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോഴല്ലേ ഈ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം മാറ്റർ ആവുന്നുള്ളൂ. അല്ലാതെ അയാൾ 50% ചെയ്തല്ലോ മറ്റേ 20% ചെയ്തിട്ടുള്ളൂ 30% അവിടെ ബാലൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇക്വാലിറ്റി ആവും എന്ന് നിങ്ങൾ ഒരിക്കലും ഇക്വാലിറ്റിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല. അയാൾ ഇഷ്ടത്തോടു കൂടി മറ്റൊരാളുടെ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി നോർമലായിട്ട് കൺസിഡർ ചെയ്യേണ്ടതല്ലേ? അതിനപ്പുറത്തേക്ക് ഇതൊരു കടമയാണ്, നീ തന്നെ ഇത് ചെയ്യണം, നീയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഒരു റൂൾസും റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിംഗ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ നമുക്ക് തോന്നും നമുക്ക് സത്യമായിട്ട് പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല. സത്യമായിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ പക്ഷെ വിളിക്കില്ല. വിളിച്ചാൽ നമ്മുടെ ഫേമസ് അല്ല വിളിച്ചാല് പത്തിന്ന് പോകും. പക്ഷെ ഫേമസ് അല്ല ചിലപ്പോൾ വിളിച്ചാല് ഫേമസ് ആയതുകൊണ്ട് ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുരിശിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായത് ഈ ഒരു സ്ത്രീ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന സെക്ഷൽ നീഡ്സിനെ പറ്റിയാണ്. പലപ്പോഴും സ്ത്രീകൾ അവർക്കുണ്ടാവുന്ന
സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി, സെക്സിനെ പറ്റിയൊക്കെ വന്ന് സംസാരിക്കുന്ന അവസ്ഥയിൽ അവരെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകളൊക്കെ വിളിച്ച് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയുന്നതിന് അത്യാവശ്യം ധൈര്യമൊക്കെ വേണ്ട ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം ധൈര്യമുള്ള, ഈ ഇമേജ് ഒന്നും നോക്കാത്ത ആളുകളൊക്കെ എന്ത് പറഞ്ഞാലും പറഞ്ഞോട്ടെ എന്നൊക്കെ കരുതാൻ അത്രമാത്രം ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് ഇവർ. അവർ വന്നിട്ട് അവതരിപ്പിക്കുകയാണ് സ്ത്രീകളുടെ സെക്ഷൽ നീഡ്സിനെ പറ്റി. പക്ഷെ അവർ സംസാരിച്ച് വന്ന വിഷയം, സംസാരിച്ച രീതിയിലൂടെ എത്രമാത്രം വഴുതി പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കൂ. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഓവുലേഷൻ പീരീഡിൽ നല്ല രീതിയിലുള്ള സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഹോർമോണൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സെക്ഷൽ ഡിസയർ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണിക്കണ്ട ആരെ കിട്ടിയാലും സ്ത്രീകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമെന്ന് അവരെ ജനറലൈസ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ സ്ത്രീകൾക്കും പോകാൻ പറ്റും. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ പൊതുവെ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ വളരെ വിസിബിലിറ്റി ഉള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ പുരുഷന്മാരുടേതുപോലെ തന്നെ സ്ത്രീകൾക്കും സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടുള്ളതോ ഈ രീതിയിലേ ആകാവുള്ളൂ, ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണെന്നും അങ്ങനെയുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ലല്ലോ ഈ ടോപ്പിക്കിനെ പ്രസന്റ് ചെയ്യേണ്ടത്. ഇവരുടെ കാര്യത്തിൽ ഇവർ ഫേമസ് ആയതുകൊണ്ട് ഇവർക്ക് എല്ലാവരോടും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഇവർ ഫേമസ് ആയതുകൊണ്ട് ഇവരെ മനസ്സിലാക്കി കളയും. അതുകൊണ്ട് ഇവർക്ക് എല്ലാവരോടും ഈ ഒരു ഡിസയർ വെച്ചിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തിട്ട് സ്ത്രീകളുടെ സെക്ഷൽ ഡിസയർ എന്ന് പറയുമ്പോൾ കണ്ണിക്കണ്ട ആരോടും തോന്നുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റാതെ സ്ത്രീകൾക്ക് അവരുടെ സെക്ഷൽ ഡിസയേഴ്സും സെക്ഷൽ അട്രാക്ഷനും ഒക്കെ വർക്ക്ഔട്ട് ആവുന്നത് ഡിഫറെന്റ് രീതിയിലായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെന്റ് രീതികളിലേക്ക് ഇത് മാറാറുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങനത്തെ സെക്ഷൽ ഡിസയർ അവർ ഓവുലേഷൻ ടൈമിൽ വരാറുണ്ട്. ഇതിന് പബ്ലിക്കലി വന്ന് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ആളുകൾക്ക് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനോ ഒന്നും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഒരു റൈറ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവർക്ക് മനോഹരമായിട്ട് ഈ വിഷയത്തെ എക്സ്പ്രസ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ അവർ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോയിട്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊരു രീതിയിൽ മിസ്ലീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പല രീതിയിൽ ഈ ഒരു ഡിസയറിനെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടെന്നിരിക്കെ ഇതിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവുമെന്നും ഇങ്ങനെ സ്ത്രീകൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ് എന്നൊക്കെയുള്ള സ്ട്രോങ് പോയിന്റ്സ് അവർക്ക് മുന്നിലേക്ക് വെക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആശയം. ഈ നോ ഗോൾഡ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. പല ആളുകളും സ്വന്തം വിവാഹം വളരെ ചെറിയ ചെലവിൽ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഇത്രയും വർഷത്തെ സേവിങ്സ് ഒക്കെ എടുത്ത് ചെലവാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഏണിങ്ങിന്റെ പുറത്ത് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ ക്യാഷ് ഒന്നും ഇങ്ങനെ ആർഭാടത്തിന് വേണ്ടിയിട്ട് അടിച്ചു പൊളച്ച് ഒരു ദിവസത്തിൽ വേണ്ടി കളഞ്ഞിട്ട് പിന്നീടുള്ള സമയത്ത് ഇതിന്റെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ആളുകൾ എക്സ്പ്രസ് ചെയ്യുകയുണ്ടായിരുന്നു. അതൊരു നല്ല ട്രെൻഡാണ്. ഈ ട്രെൻഡ് ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്നതാണ് എന്നുള്ളത് പല ആളുകളും എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതുമാണ്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വലിയ സ്ത്രീധന തുക എന്ന് പറയുന്ന അവരുടെ വീട്ടുകാർ കൊടുക്കുന്നത് വരുന്ന കാലങ്ങളിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ എടുത്ത് യൂസ് ചെയ്തോട്ടെ എന്നൊക്കെയുള്ള ആശയത്തിന്റെ പുറത്തായിരിക്കാം. പക്ഷെ അത് വളർന്നു വന്നപ്പോൾ അത് വിലപേശുന്ന കണക്കെ പെൺവീട്ടുകാരോട് വിലപേശി സ്ത്രീധനം ചോദിക്കുന്നു. അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ പെൺവീട്ടുകാർ കഷ്ടപ്പെടുന്നു, സ്ട്രെസ്സിലാവുന്നു. ഇനി കൊടുത്ത കാര്യങ്ങൾ ഏറ്റക്കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് സ്ത്രീകൾക്ക് പീഡനങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീധനം എന്നുള്ള പേരിൽ ആളുകളുടെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതൊരു സ്ട്രെസ് ആവുന്ന സിറ്റുവേഷൻ വന്നു. അതുപോലെ തന്നെ ഈ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ചിലവിലേക്ക് വരികയാണ്. വലിയ ചിലവിൽ ആളുകൾ കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡും മറ്റും ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇല്ലാത്തതൊക്കെ കടം വാങ്ങിച്ച് സ്വന്തം വീട്ടിൽ കല്യാണമൊക്കെ നടത്തി അതിനുശേഷം കടബാധ്യതയിലേക്ക് ജീവിച്ചു പോകുന്ന, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ വന്നപ്പോൾ എന്തിനാണ് ഇത്രമാത്രം നമ്മൾ ആളുകളുടെ ഒപ്പം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും പണമൊക്കെ ചെലവഴിക്കുന്നത്, ഇത്രയും സ്വർണം കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് പോയി ജീവിച്ചോട്ടെ, എന്തിനാ ഇത്രയും പൈസയൊക്കെ പൊടിച്ച് ഒരു കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒരു ട്രെൻഡ് മുന്നിലേക്ക് വരേണ്ടിയിരുന്നത്. എന്നാൽ പലപ്പോഴും ഈ ആശയത്തിന് അതിന്റെ തീവ്രമായ വേർഷനിലേക്ക് പല ആളുകളും ഉൾക്കൊള്ളുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഈ നോ ഗോൾഡ് വെഡ്ഡിംഗ് ആണ് യഥാർത്ഥ വെഡ്ഡിംഗ് എന്നും ഈ സ്വർണ്ണമൊക്കെ ഇടുന്നതോ ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതൊക്കെ വളരെ മോശം പ്രവണതയാണ് എന്നുള്ള രീതിയിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചിലപ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ട് സ്വരൂപിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവരുടെ ഡ്രീം വിവാഹം ഇങ്ങനെ നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മക്കളെ ഇങ്ങനെ കാണാൻ താല്പര്യമുള്ള പാരൻസ് അവരുടെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മക്കൾക്ക് അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അവരത് വേറെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മാരേജ് വരുന്ന സമയത്ത് അങ്ങനത്തെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് ഈ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട്
വിട്ട് പോയിട്ട് ഇനി എത്ര നാൾ നിങ്ങൾ ജീവിക്കും, നിങ്ങളെ പാമ്പ് കൊത്തിച്ച് അവർ കൊല്ലും അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിക്കൊല്ലും എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അത് അവരുടെ ചോയ്സ് ആണെന്നും അത് അവർക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നോ ഗോൾഡ് വെഡിങ് മാത്രമാണ് ശരി. ഈ ഗോൾഡ് ഇടുന്ന രീതിയെ ശരിയല്ല. ഗോൾഡ് ഇടുന്ന ആ വധുവിനെ പോയിട്ട് കൂട്ടം ചേർന്ന് ആക്രമിക്കുക, ആ വരനെ പോയിട്ട് ചോദ്യം ചെയ്യുക, അവരുടെ വീട്ടുകാരെ ബുള്ളി ചെയ്യുക എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രഷർ ഇവിടെ നിലനിൽക്കെ ഇതൊരു പ്രഷറായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ലളിതമായിട്ടും കല്യാണം നടത്താമെന്നും ഇങ്ങനെ കോടികൾ ചെലവഴിച്ച് സ്വർണം വാങ്ങിയിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ ട്രെൻഡ് വളരേണ്ടത്. പക്ഷെ സ്വന്തമായിട്ട് അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇടുന്നതിനെ പോയിട്ട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വരാൻ പോകുന്ന ജീവിതമൊക്കെ പാമ്പ് കൊത്തി തീരാനോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർ പീഡിപ്പിക്കാൻ പോകുന്നതാണ് എന്നൊക്കെ അങ്ങ് അസ്യൂം ചെയ്ത് അവരെ ചീത്ത വിളിക്കുന്നത് ഒരു മോശം ട്രെൻഡ് അല്ലേ? ഈ ഒരു ട്രെൻഡ് മറ്റുള്ള ആളുകൾക്ക്, ഇഷ്ടമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നിലനിൽക്കേണ്ടത്. ഈ ഒരു ട്രെൻഡിനപ്പുറത്തേക്ക് അവർ കൂടുതൽ സ്വർണം ധരിച്ചതുകൊണ്ടോ ആർഭാടകരമായിട്ട് കല്യാണം നടത്തിയത് കൊണ്ടോ ഒന്നും ആളുകൾ എന്തിനാണ് ഓഫൻഡഡ് ആവുന്നത്, എന്തിനാണ് അവരെ പോയിട്ട് ചോദ്യം ചെയ്യുന്നത്, അതെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുന്നത്? അതൊരു തരത്തിലുള്ള എക്സ്ട്രീമിസം അല്ലേ? ഈ സ്ത്രീധനം എന്ന് പറയുന്നത്, ആർഭാടകരമായിട്ടുള്ള കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രഷറായിട്ട് വീട്ടുകാർക്കോ അല്ലെങ്കിൽ വധുവിനോ വരനോ ഒക്കെ ആവാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള ഒരു ആശയമാണ് മുന്നിലേക്ക് വരേണ്ടതെന്നിരിക്കുക. അതിനപ്പുറത്തേക്ക് ആളുകൾ അത് ചൂസ് ചെയ്യുമ്പോൾ അവരെ പോയിട്ട് പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, അവരൊരു നല്ല ദിവസത്തെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരെ പോയി ബുള്ളി ചെയ്ത് അതിനെ നെഗറ്റീവ് ആക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു പുരോഗമനവാദമായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോയിലൂടെ ഈ കുറച്ച് വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൂടുതൽ വിഷയങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഒരിക്കൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റു ചില വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.